ശ്രീ ആർ വി ബാബു, നിരുത്തരവാദപരമായ ഒരു നിലപാട് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, അതോ അവരുടെ നിലപാട് അവരറിയാതെ തന്നെ അങ്ങ് വന്നുപോയതാണോ ഈ മാപ്പിലൂടെ? താങ്കൾ കരുതുന്നത് എന്താണ്? ഒരു ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു അബദ്ധം എന്നുള്ള നിലയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് ഇത് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ ഈ ഈ സോഷ്യൽ മീഡിയ എക്സ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത്തരം കാര്യം ഇപ്പൊ പഹൽഗാമിലെ സംഭവം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള ഒരു വാദം പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ലോകത്തോട് പഹൽഗാം ആക്രമണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് എക്സ് ഹാൻഡിലൂടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത്. കോൺഗ്രസ് നേതൃത്വം ഇതിന്റെ സോഷ്യൽ മീഡിയ ആ കമന്റാണ് പാകിസ്ഥാൻ അവരുടെ പ്രചരണത്തിന് ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചതെന്ന് അന്ന് നമുക്കറിയാം. പിന്നീട് അത് അവർ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോ ഭീകരവാദികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കമന്റ് ഇത് ആദ്യത്തേതല്ല. അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഭാരതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗമാണ് കാശ്മീർ എന്നിരിക്കെ കാശ്മീരിനെ ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള കാശ്മീർ ഇല്ലാത്ത ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും ഈ രാജ്യത്തെ അപമാനിച്ചിരിക്കുന്നത്, ഈ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത്. അപ്പോ പ്രതിഷേധം വരുമ്പോൾ പിൻവലിക്കുന്നു എന്നുള്ളത് നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് തികച്ചും കാരണം ഇത്തരം ഭൂപടം തെരഞ്ഞെടുക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന, ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ, ഏതെങ്കിലും ഒരു സ്ഥാപനം ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാം അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇത് ചെയ്യുമ്പോൾ ഇത് വേണ്ടത്ര ചിന്തിക്കാതെ ചെയ്തു എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. അവരറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. കാശ്മീരിന്റെ കാര്യത്തിൽ അവർക്ക് ആ നിലപാടുള്ള ഒരു പാകിസ്ഥാന്റെ വാദത്തോടൊപ്പമാണ് എന്ന് വേണം പറയാനായിട്ട്. കോൺഗ്രസിന്റെ ഈ നിലപാട് ഇതിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ തന്നെ അത് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം കാശ്മീർ ഇന്ത്യയുടേതല്ലെന്നാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് ഇന്ത്യയിൽ ബാക്കി ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീർ എന്നുള്ള പേരിലാണ്. അത് വേറെ പേരിലാണ്. എന്ന് വെച്ചാൽ അവര് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ വാദം തന്നെയാണ് ഇപ്പൊ കോൺഗ്രസ് ഉയർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട് അത് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസ് ആസൂത്രിതമായിട്ട് നടത്തുന്ന ഒരു പ്രചരണമായിട്ട് വേണം ഇതിനെ കാണാൻ. ശക്തമായിട്ട് കോൺഗ്രസ് ഇതിനെതിരായിട്ടുള്ള മറുപടി പറയേണ്ടി വരും.